Leute, guten Tag. ജർമ്മൻ എക്സാം വേഗത്തിൽ പാസ്സാവാൻ ടെൽക് ഓർ ഗോയിത്തെ ഈ ഒരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ? ടെൽക്കിനെ ഗോയിത്തയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ് ടെൽക് എക്സാം? നമുക്കിനി ടെൽക് എക്സാമിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നോക്കാം. നമ്മുടെ ഈ ടെൽക് എക്സാമിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒട്ടനവധി സീറ്റുകൾ അവൈലബിൾ ആണ്. അതായത് നമുക്ക് എക്സാം സെന്റർ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ട്രിവാൻഡ്രം, കളമശ്ശേരി, കൊച്ചി ഇവിടെ എല്ലായിടത്തും നമ്മൾ കേരളത്തിൽ തന്നെ പരീക്ഷാ സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തൊരു സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. ടെൽക്കിന് കൂടുതൽ എക്സാം സെന്റേഴ്സ് ഉണ്ടെന്നല്ലാതെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പാസിംഗ് റേറ്റ്. ഗോയിത്തിനെ അപേക്ഷിച്ച് ടെൽക് എക്സാം നമ്മൾ എഴുതുകയാണെങ്കിൽ പാസിംഗ് റേറ്റ് കൂടുതലാണ്. മാത്രമല്ല നമ്മൾ ഗോയിത്ത് എക്സാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോയിത്ത് എക്സാം എഴുതുമ്പോൾ 4 മൊഡ്യൂൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പാസ് ചെയ്യണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് 60% വെച്ച് നമുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ എക്സാം പാസ്സാകത്തുള്ളൂ. എന്നാൽ നമ്മൾ ടെൽക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 3 മൊഡ്യൂൾസ് നമ്മൾ ഒന്നിച്ച് എഴുതാൻ പറ്റും. അതായത് റീഡിംഗ്, ലിസണിങ്, റൈറ്റിംഗ് ഈ 3 മൊഡ്യൂളും കൂടെ നമുക്ക് സം ചെയ്തിട്ടുള്ള മാർക്ക് മതി നമുക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ടെൽക് എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് ഈ 3 മൊഡ്യൂളിന്റെയും കൂടെ 60% മതി പാസ്സാവാൻ. കൂടാതെ നമ്മൾ ടെൽക് എക്സാമിന്റെ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആകെ നമുക്ക് വരുന്നത് ഒരു ലെറ്റർ എഴുതാൻ മാത്രമാണ്. ആ ഒരൊറ്റ ലെറ്റർ നമ്മൾ ഒരു 150 വേർഡ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് 45 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പിന്നെ ടെൽക് എക്സാമിന്റെ വേറൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സെന്റേഴ്സും ഇപ്പോൾ ഡിജിറ്റൽ എക്സാം ആണ് പ്രിഫർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മോശമായിട്ടുള്ള ആർക്കാണെങ്കിൽ ഇപ്പോൾ ടൈപ്പിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മാത്രമല്ല ഈ എക്സാം ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് 3 to 4 വീക്സിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ടെൽക് എക്സാമിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3 മൊഡ്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു റിഫ്ലക്ഷൻ പ്രൂഫുമായിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഈ 3 എണ്ണത്തിൽ നിങ്ങൾക്ക് 60% സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ റൈറ്റിംഗ് എക്സാം ഒന്നുകൂടെ എഴുതേണ്ടി വരും. അതിൽ ഈ 3 മൊഡ്യൂളും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഈ ലിസണിങ്ങും റൈറ്റിങ്ങും റീഡിങ്ങും നമ്മൾ ഒന്നും കൂടെ ഫസ്റ്റ് തൊട്ട് പഠിക്കേണ്ടി വരും. അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ടെൽക് എക്സാമിന്റെ സ്പീക്കിംഗ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഗോയിത്തിനെ അപേക്ഷിച്ച് സ്പീക്കിംഗ് മൊഡ്യൂളിൽ ഒരു ടൈല് കൂടുതലുണ്ട്. ഗോയിത്ത് എക്സാമിന്റെ സ്പീക്കിംഗ് മൊഡ്യൂളിൽ 2 ടൈലാണ് ടോട്ടൽ ഉള്ളത്. പക്ഷേ ടെൽക് എക്സാമിനാണെങ്കിൽ സ്പീക്കിംഗ് മൊഡ്യൂളിൽ 3 ടൈലുണ്ട്. മാത്രമല്ല ജർമ്മനിയിലെ ചില കമ്പനികളിലും ചില യൂണിവേഴ്സിറ്റികളിലും ഈ ടെൽക് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. ഗോയിത്ത് എക്സാമിനാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ടെൽക് എക്സാമിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് ചൂസ് ചെയ്യുക. വരുന്ന എപ്പിസോഡിൽ നമുക്ക് ടെൽക് എക്സാമിന്റെ എക്സാം പാറ്റേണിനെ പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടാം. സ്റ്റേ ട്യൂൺ.